അപ്പോൾ ഒന്ന് തമിഴ്നാട്ടിൽ നിന്ന് തേങ്ങ ഇങ്ങോട്ട് വരാനില്ല, കർണാടകത്തിൽ നിന്ന് തേങ്ങ വരാനില്ല. ആകെ ഈ കാര്യത്തിൽ ചെയ്യാവുന്നത് തീരുവയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിയന്ത്രണം വരുത്തിക്കൊണ്ട് ആ കാര്യത്തിൽ ആ നിയന്ത്രണം എടുത്തു കളഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സഹായകരമായ ഇടപെടൽ ഈ മട്ടിൽ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏക പോം വഴി. അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ തെങ്ങ് നട്ട് തേങ്ങ ഉണ്ടാക്കി അതിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് തേങ്ങയുടെ വിളവ് വർദ്ധിപ്പിച്ചൊന്നും ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ കഴിയില്ല. കാരണം വെളിച്ചെണ്ണയുടെ ഉപയോഗം എല്ലായിടത്തും വർദ്ധിക്കുകയാണ്. ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെല്ലാം വെളിച്ചെണ്ണയാണ് ഏറ്റവും മികച്ച ചേരുവ എന്ന മട്ടിലേക്ക് വന്നിട്ടുണ്ട് ആളുകൾ. അത് പിന്നെ ഇതിനെ നേരത്തെ ശ്രീലങ്കയിൽ നിന്ന് ഇവിടേക്ക് ഉൽപ്പന്നങ്ങൾ വരുമായിരുന്നു. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ ഇപ്പോൾ തലയിൽ തേക്കാനുള്ള വെളിച്ചെണ്ണയൊക്കെ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതും നിന്നു. കാരണം എന്താ വെച്ചാൽ അതിനേക്കാൾ ഡിമാൻഡുള്ള സ്ഥലത്തേക്ക് ശ്രീലങ്കയിൽ നിന്നുള്ള മികച്ച ഉൽപ്പന്നങ്ങൾ, ശ്രീലങ്കയിൽ നിന്ന് വളരെ മികച്ച ചില ഹെയർ ഓയിലും ഒക്കെ വരുന്നുണ്ടായിരുന്നു കേരളത്തിലേക്ക്. അതെല്ലാം മറ്റ് സ്റ്റേറ്റുകളിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ മലയാളിക്ക് വെളിച്ചെണ്ണയുടെ രുചി ആസ്വദിക്കണമെങ്കിൽ, കൂടുതൽ കാലം കീശ പൊള്ളാതെ ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായും അതിൽ ഗവൺമെൻറ്റിൻ്റെ സത്വര ഇടപെടലുണ്ടാവണം.